നമസ്കാരം. പതിരും കതിരും. മറ്റൊരു മരുന്നും ഏശിയില്ലെങ്കിൽ കാളൻ നെല്ലായി എന്നൊരു പ്രയോഗമുണ്ട്. കുളിക്കടവ് വൃത്താന്തത്തിലും ഗർഭകഥകളിലും അങ്ങേയറ്റം ഹരം കൊള്ളുന്ന മരമുറിക്കാരുടെ ചാനലിലെ മറ്റൊന്നും കിട്ടിയില്ലെങ്കിൽ എടുത്തു പ്രയോഗിക്കാൻ പറ്റിയ ഒരായുധമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അവരുടെ ഗർഭകാര്യ ലേഖകനായ ഒരു ദ്രോഹിപാൽ ഇന്ന് നൽകിയ ഒരു റിപ്പോർട്ടുണ്ട്. കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് സീറ്റ് നൽകില്ലത്രേ. അവിടെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുന്നു പോലും. പാർട്ടിക്ക് പുറത്താക്കിയ ഒരുത്തനെ പറ്റിയാണ് ഇവർ ഈ പറയുന്നതെന്ന് ഓർക്കണം. ഈ സർപ്രൈസ് സ്ഥാനാർത്ഥി റിപ്പോർട്ടറുടെ ഓവർകോട്ടിൻ്റെ അടിയിലുണ്ട്. പക്ഷേ അവർ തൽക്കാലം അത് പറയില്ല. കോൺഗ്രസിൽ നിന്നും രാഹുൽ പുറത്തായതോടെ ക്ഷീണിച്ചു പോയത് ശരിക്കും ഈ ചാനലാണ്. എന്തായാലും കഴിഞ്ഞ 2 ആഴ്ചയായി മൊത്തത്തിലൊരു മരവിപ്പിലാണ് ഇവരുടെ ഗർഭകാര്യ ലേഖകന്മാർ. കോടതി രാഹുലിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയും അറസ്റ്റ് തടയുകയും ചെയ്തത് വല്ലാത്ത ക്ഷീണമായി പോയി അവർക്ക്. പാർട്ടിയിൽ ഇല്ലാത്ത ഒരുത്തൻ്റെ ഗർഭകഥകളും ഛിദ്രവും പറയുന്നതിൽ വല്ല സുഖവുമുണ്ടോ? UDF-നെ ആകെ ഒന്ന് പിടിച്ചിട്ട് കുലുക്കാൻ മുതലാളിക്ക് എന്തൊരു ഹരമായിരുന്നു. ഇവർ പറയുന്ന ഈ സർപ്രൈസ് സ്ഥാനാർത്ഥിയെപ്പറ്റി കോൺഗ്രസ് ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടാകില്ല. സതീശനാണെങ്കിൽ ക്ലോസ് ചെയ്ത ഡോറുകളൊക്കെ പകുതി തുറന്ന് അടുക്കള വഴി അസോസിയേറ്റുകളെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അമ്പൂക്കയെ എങ്ങനെയെങ്കിലും വരുതിയിലാക്കാൻ രാത്രി ഒറ്റയ്ക്ക് പോയ പുള്ളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ആ അമ്പൂക്ക അകത്തുമായി മധ്യസ്ഥതയ്ക്ക് പോയവൻ പുറത്തുമായി. ഈ VD സതീശൻ ക്ലോസ്ഡ് ചാപ്റ്റർ എന്നും അടഞ്ഞ വാതിലെന്നും പറയുമ്പോൾ ആ വാക്കിന് വിലയുണ്ടാകുമെന്നാണ് നാട്ടുകാരൊക്കെ കരുതിയത്. ആകാശം വീണേക്കാം, ഹിമവാൻ പൊടിഞ്ഞേക്കാം, സമുദ്രങ്ങൾ വറ്റിപ്പോയേക്കാം, കൃഷ്ണൻ്റെ വാക്കുകൾ പിഴയ്ക്കില്ല എന്ന മട്ടിലായിരുന്നു സതീശൻ്റെ ഉറപ്പുകളെല്ലാം. പിണറായി വിജയനെ വരെ കുപ്പിയിലാക്കി സകല തരികിടകളും കള്ളത്തരങ്ങളും കയ്യേറ്റങ്ങളും നടത്തി സുഖിച്ച് അധികാരത്തിൻ്റെ ലഹരി നുകർന്ന് വിരാജിച്ചയാളാണ് ഈ നിലമ്പൂർ കടന്നൽ. അയാൾ ആരെയെല്ലാം താഴെ ഇറക്കാൻ നോക്കിയതാണ്. ചെസ്റ്റ് നമ്പറിട്ട് ഓരോരുത്തരെ പൂട്ടിക്കാൻ ഇറങ്ങിയ ആ കാലം ഓർമ്മയില്ലേ? ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വിളിച്ച് അദ്ദേഹത്തോട് പറഞ്ഞതും നമ്മളൊക്കെ കേട്ടു. അങ്ങയുടെ പാദസേവകനായി ഞാൻ ഇനിയുള്ള കാലം അത്രയും കഴിഞ്ഞുകൊള്ളാം. UDF ആണിനി ഭരണത്തിൽ വരുന്നതെങ്കിൽ ഇയാൾ ലീഗിൻ്റെ കൂടി സ്വാധീനത്തിൽ പൂട്ടിക്കേണ്ടവരുടെ ചെസ്റ്റ് നമ്പർ അങ്ങോട്ട് തരും. അത് ഒന്നൊന്നായി സതീശൻ നടത്തി കൊടുക്കണം. ഇയാളുടെ മൊഴിമുത്തുകൾ 24 മണിക്കൂറും ലൈവ് ചെയ്യാൻ കാത്തു നടന്നവരായിരുന്നു ട്രീ കട്ടർ ചാനലുകാർ. UDF-ൽ കയറിക്കൂടിയതോടെ പരമസാധുവായി മാറിയ അമ്പൂരി അടുത്ത ഭരണത്തിൽ തല പൊക്കുന്നത് കാണേണ്ട കാഴ്ചയായിരിക്കും. അന്ന് സതീശനായിരിക്കും പുറത്തു പോവുക. പാലക്കാട്ടും നിലമ്പൂരും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ശ്രമിച്ച് കമിഴ്ന്നു വീണ പുള്ളിയാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കേരളമാകെ വീശിയടിച്ച തരംഗത്തിൽ ഇയാളുടെ കുറേ ആൾക്കാരും ജയിച്ചു കയറി. അതോടെ അമ്പൂരി അങ്ങ് ആളായി മാറി. UDF-ൽ കയറിപ്പറ്റി. മരുമോനിസത്തിനും പിണറായിസത്തിനുമെതിരെ പൊരുതുകയാണത്രേ. എൻ്റെ പൊരുതലിൽ ലോകം ഏറ്റെടുത്തതോടെയാണ് UDF-ന് വിജയം കിട്ടുന്നത് എന്നാണ് പുള്ളി ഇപ്പോൾ രഹസ്യമായി പറഞ്ഞു നടക്കുന്നത്. എനിക്ക് ഒരവകാശവാദവുമില്ല. UDF-ൻ്റെ തിണ്ണയിലെങ്ങാനും മഴ നനയാതെ ഒന്ന് കയറിക്കിടന്നാൽ മതിയത്രേ. അവസാനം ഒട്ടകത്തിന് കിടക്കാൻ എരുത്തിലൊഴിഞ്ഞു കൊടുത്തതുപോലെ ആയിരിക്കും സ്ഥിതി. ഇയാൾ നടത്തിയ കോടികളുടെ അഴിമതികൾക്കും കയ്യേറ്റങ്ങൾക്കും നാളെ കോൺഗ്രസ്സുകാർ ഉത്തരം പറയേണ്ടി വരും. കാറ്റു നോക്കി നന്നായിട്ട് തൂറ്റുന്ന പുള്ളിയാണ്. സർവതന്ത്ര പ്രതാപിയായ പിണറായി വിജയനെ വരെ ഇയാൾ തെറി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ DNA നോക്കണമെന്നായി. UDF-ൽ PC ജോർജ് ഇല്ലാത്തതിൻ്റെ നഷ്ടം ഇയാൾ നികത്തും. അൻവറിൻ്റെ വാക്കുകൾക്കായി എയർ ടൈം ചെലവിടുന്ന റിപ്പോർട്ടർ സതീശനുള്ള തത്സമയ തെറികളും അന്ന് സംപ്രേഷണം ചെയ്യും. അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പേ ഷാഫിക്കെതിരെ കൂടി ഒരു പെണ്ണുകേസ് ഉണ്ടാക്കിയാൽ മരംകൊത്തിക്കാരൻ്റെ റേറ്റിംഗ് കൂടും. മൊത്തത്തിൽ ഇവർക്ക് ഒരു ക്ഷീണകാലമാണിത്. ബാംഗ്ലൂർ കോടതിയിൽ ഏഷ്യാനെറ്റിനും മറ്റു 18 എതിർകക്ഷികൾക്കുമെതിരെ കൊടുത്തിരുന്ന കേസ് പിൻവലിച്ച് ഓടേണ്ടി വന്നു. ഈ തടി മുതലാളിയുടെ ഭീഷണി കേട്ട് വരുതിയിലാകേണ്ട മെസ്സി കേരളത്തിൽ ഒഴിച്ച് മറ്റെല്ലായിടത്തും വന്ന് കളിച്ചിട്ട് പോയി. കേരളത്തിൽ വന്നില്ലെങ്കിൽ മറ്റെവിടെയും കളിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ജനം കരുതി ഇയാളൊരു ഭയങ്കരനാണല്ലോ എന്ന്. മെസ്സിയെ ഇന്ത്യയിൽ കിട്ടിയ സ്ഥിതിക്ക് എന്തുകൊണ്ടാണ് ഇദ്ദേഹം നമ്മുടെ കായിക മന്ത്രി അബ്ദുറഹ്മാനെയും കൂട്ടിച്ചെന്ന് കൊടുത്ത കാശ് തിരിച്ചു മേടിക്കുകയോ മെസ്സിയെ പിടിച്ചു വലിച്ച് കേരളത്തിൽ കൊണ്ടുവരികയോ ചെയ്യാതിരുന്നത്? അന്താരാഷ്ട്ര സ്റ്റേഡിയം ഒന്ന് ലോകം നിലവാരത്തിൽ തറയാക്കി തിരിച്ചു കൊടുത്തു. സ്വന്തം ചാനലിൽ നിന്നും പലരും ചാടാൻ ഉന്നം നോക്കി നിൽക്കുന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ LDF-ൻ്റെ മുന്നേറ്റത്തെപ്പറ്റി പറഞ്ഞ് എന്തൊരു ആഹ്ലാദമായിരുന്നു ഈ ട്രീ പോട്ടർ ചാനലുകാർ. ജിൻഡോ ജോൺ പിന്നോട്ട് പോയതിൻ്റെ ഉത്സാഹം ഒന്ന് കാണേണ്ടതായിരുന്നു. രാഹുലിൻ്റെ ഗർഭകഥ ഇനി എത്ര ശബ്ദരേഖകളായി വിട്ടാലും യേശില്ലെന്നായി. പക്ഷിക്കുഞ്ഞിനെ പോലെ കരയുന്ന അതിജീവിതകളെ വെച്ച് 1-2 ആഴ്ച എന്തൊരു തള്ളിക്കയറ്റമായിരുന്നു.
രാഹുലിന് കുരുക്ക് മുറുകുന്നു എന്ന് ഈ പോർട്ടർ ചാനൽ 100 തവണയെങ്കിലും ബിഗ് ബ്രേക്കിംഗ് വിട്ടു. പഞ്ചായത്ത് ഫലം കൂടി വന്നതോടെ പിണറായി വിജയന്റെ പതനം ഉറപ്പാക്കിയതിൽ ഈ ട്രീ പോർട്ടർ ചാനലിലും ഒരു നല്ല പങ്കുണ്ടെന്ന് സഖാക്കൾക്ക് ബോധ്യമായി തുടങ്ങി.